വിയ്യൂർ ജയിലിൽ വാർഡന്മാർ മർദ്ദിച്ചെന്ന മാവോയിസ്റ്റ് കേസ് പ്രതികളുടെ പരാതിയിൽ ഇടപെട്ട് കൊച്ചി NIA കോടതി പോലീസ് മർദ്ദിച്ചെന്ന് പറയപ്പെടുന്ന തടവുകാരൻ മനോജിനെ നാളെ നേരിട്ട് ഹാജരാക്കാൻ ഉത്തരവിട്ടു. രാഗിനുണ്ട്. രാഗിൻ, ഗൗരവത്തിൽ ഇടപെടുകയാണോ കോടതി? അതായത് വിയ്യൂർ ജയിലിൽ തടവുകാരും അതോടൊപ്പം തന്നെ തടവ് പുള്ളികളും തമ്മിൽ തടവുകാരും അതോടൊപ്പം ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഏറ്റുമുട്ടിയെന്ന വാർത്തകളാണ് ആദ്യഘട്ടത്തിൽ വന്നത്. അതിനുശേഷം ജയിൽ അധികൃതർ പറഞ്ഞത് ഈ തടവുകാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു എന്നതാണ്. തുടർന്ന് അതിൽ വിയ്യൂർ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തടവുകാരെ ആക്രമിച്ചത് എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയും അത് പരാതിയായി അടക്കം മുന്നോട്ട് വരികയും ഒക്കെ ചെയ്തു. ചില സംഘടനകളടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല ഈ തടവുകാർ NIA കേസിലെ പ്രതികളായിട്ടുള്ള തടവുകാരായിട്ടുള്ള PM മനോജ് ഉൾപ്പെടെ അവിടെ ജയിലിൽ നിരാഹാരം ഇരിക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. തുടർന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കിയപ്പോൾ തന്നെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ചില വിവരങ്ങൾ കൂടി ഈ അക്യൂസ്ഡ് കോടതിയെ അറിയിക്കുന്ന നില ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും നാളെ നേരിട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. PM മനോജിനെ നേരിട്ട് ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജയിലധികൃതരോട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിയായിട്ടുള്ള അസറുദ്ദീന് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു കോടതി ഇടപെടൽ വന്നിരിക്കുകയാണ്. മാത്രമല്ല പക്ഷേ ജയിലധികൃതരടക്കം പറയുന്നത് തടവുകാർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയായിരുന്നു എന്നതാണ്. പക്ഷേ തങ്ങളെയാണ് ആക്രമിച്ചത് എന്ന നിലപാടിലാണ് ഈ തടവുകാരുള്ളത്. അവരത് കോടതിക്ക് മുൻപാകെ അടക്കം മുന്നോട്ട് വയ്ക്കുന്നു. ചില സംഘടനകളടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശരി, വിയ്യൂർ ജയിലിൽ വാർഡന്മാർ മർദ്ദിച്ചു എന്ന മാവോയിസ്റ്റ് കേസ് പ്രതികളുടെ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു തടവുകാരനെ മനോജിനെ നാളെ നേരിട്ട് ഹാജരാക്കാൻ NIA കോടതി നിർദ്ദേശം നൽകിയത്. രാഗിനാണ് ആ വിവരങ്ങൾ നൽകിയത്.